സ്വാഗതം. ഇന്ന് നമ്മളെ മോനസിൻ്റെ സ്കൂളിൽ പോവാം കേട്ടോ. അവിടെ ഓലക്ക് സെൻഡ് ഓഫ് ആണെന്ന്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടേക്ക് പോവുകയാണ്. മോനസും റംലത്താത്തയും മോനൂട്ടനും എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഓല് രണ്ടാളും ഒരേ ക്ലാസ്സിലാണ്. അപ്പോൾ നമ്മളതിന് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി ഇറങ്ങിയാണ്. അപ്പോൾ നമുക്കൊരു സെൻഡ് ഓഫ് തരികയാണ് കേട്ടോ. എന്താ വെച്ചാൽ 4ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ അവിടെ വേറെ ക്ലാസ്സില്ല. അപ്പോൾ പിന്നെ 5ാം ക്ലാസ്സിലേക്ക് വേറെ സ്കൂളിലേക്ക് മാറണം. അപ്പോൾ ഒരു 4-5-6 വർഷമൊക്കെ ആയിട്ട് പഠിക്കുന്ന കുട്ടികളാണല്ലോ. അപ്പോൾ ഓക്കെ. അപ്പോൾ മുന്നിൽ കേട്ടോ നമ്മളെ സ്കൂളിൻ്റെ പേര് പോവാണ്. നമുക്ക് പറ്റുന്ന രീതി എത്രയും പെട്ടെന്ന് അവർ മൊബൈൽ ഫോൺ എടുത്ത് കയ്യിലാണ് കൊടുക്കുന്നത്. അവർക്ക് മറ്റ് ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ ഐസ് വാങ്ങാനും മറ്റ് സാധനങ്ങൾ വാങ്ങാനും പുറത്തേക്കില്ല. ഇപ്പൊ ചെറിയ മക്കൾക്ക് ആ രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ മാറ്റം SSC കൺവീനർ അവർക്ക് ഇതിന് നല്ലൊരു School ground playground. Class teacher Cividimus. രക്ഷിതാക്കളും അവരെ നന്നായി സപ്പോർട്ട് ചെയ്യാം. ഇടയ്ക്ക് എല്ലാം സ്കൂളിലേക്ക് ഒന്ന് വരിക. എല്ലാവരും ഇടയ്ക്ക് ഒന്ന് വന്ന് ഞങ്ങളെ കാണാം. എല്ലാവരും മിടുക്കന്മാരാകട്ടെ. എല്ലാ ആശംസകളും. നമ്മളൊരു രക്ഷിതാവിന് ഒരു പാട്ട് പാടാനുണ്ട്. Fooding time. Special biryani sponsor by Mukam School. Malayalam Miss Anupama. Our photo shoot. Mukam School registration section. Last by 5 years by Ramson. റയ്യത്താത്ത മുട്ടായി ഒക്കെ കൊടുത്തിട്ട് കാണിച്ചു തരാം. കേട്ടോ റയ്യത്താത്ത
ഫുള്ളായിട്ടോ ബസ് പെരിങ്ങോളത്ത്. നമ്മളെ കൊണ്ടമ്മംഗലം എത്തിയില്ലേ. ഇവിടെ കുട്ടികളെ കേട്ടോ. ഞാൻ ഏട്ടായി പോയത്. നിങ്ങളെവിടാ ചേരുന്നേ? നിങ്ങളെല്ലാരും എല്ലാരും മലയാളം മീഡിയം എവിടെയാണ്? മലയാളം മീഡിയം Rams and Bass, Friends Ryan, Nasal, Rizwan Tawfiq, and Anfas. നിങ്ങൾ എത്ര ഫ്രണ്ട്സാ? എനിക്ക് എത്ര ഫ്രണ്ട്സാ ഉള്ളത്? 5 ആളോ? നമ്മളെ സ്വന്തം ചെറിയോ ഞങ്ങൾ ക്ലാസ്സിലല്ല. ഓൻ പറയാണേ മുക്കത്താ പോണോന്ന്. ആ 5ാം ക്ലാസ്സിൽ എത്തുമ്പോ പോവാല്ലേ? ഫ്രണ്ട്സ് കാത്തൊക്കെ ഉണ്ട്. എന്താ കളിക്കണത്? ഞാൻ കളിക്ക. സാറുമാരെ കൂടെ വെക്കണ്ടിട്ട് ഫോട്ടോ ഇട്ടിട്ട് ടീച്ചറെ ഫോട്ടോ അല്ലേ? നമ്മൾ ഇടന്നേ കാണാല്ലേ. മോനെ സ്കൂളിലൊക്കെ ആക്കി ഞാൻ തിരിച്ചു പോന്നു കേട്ടോ. ഞാൻ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ടീച്ചറായിട്ട് എടുത്തില്ലേ. അന്ന് പരിപാടി ഉണ്ടായിരുന്നു, പക്ഷെ അന്ന് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതിന് കണക്കാക്കിയിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പം ഓരൊക്കെ ഭാഗ്യം ഞാൻ ആലോചിച്ച് നോക്കുക. എൻ്റെ ഒന്നും പഴയ കാലത്തെ ഫോട്ടോസോ വീഡിയോസോ ഒന്നും നമുക്ക് പഠിക്കുന്ന കാലത്ത് ഇങ്ങനത്തെ ഫോണോ കാര്യമോ ഇല്ലല്ലോ. ക്യാമറ കാര്യമൊക്കെ അല്ലേ ഉണ്ടായിന്. അപ്പോൾ നമ്മളെ കാര്യമൊക്കെ ഇങ്ങനെ ആലോചിച്ച് നോക്കുക. അവരൊക്കെ ഭാഗ്യല്ലേ. ഞാൻ അത്രയും റിസ്ക് എടുത്താട്ടോ ഒന്ന് വന്ന്. ശരിക്കും ഇന്ന് പോരാൻ പറ്റൂല. എന്നിട്ട് ഞാൻ ഫോട്ടോ വീഡിയോസൊക്കെ എടുത്ത് കുറഞ്ഞു വല്ലോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പോണതാണ്. അങ്ങനെ ഞാൻ സ്കൂളിൽ നിന്ന് തിരിച്ചു പോന്നു കേട്ടോ. ഞങ്ങൾക്ക് എന്താ പറയുക, അന്ന് ഞങ്ങൾക്കൊരു സെൻഡ് ഓഫ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് എനിക്ക് വെള്ളിയാഴ്ച ശനിയാഴ്ച കേട്ടോ നമുക്ക് സെൻഡ് ഓഫ് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അന്ന് നമുക്ക് എന്താ പറയുക, ഒരുപാട് ഇതൊക്കെ പരിപാടിയും അതേപോലെ തന്നെ ഫുഡ് കഴിക്കുന്ന കാര്യവും അങ്ങനെ ഒരുപാട് ഇതൊക്കെ ആയതുകൊണ്ട് ഫോട്ടോ എടുക്കുക കുറേയൊക്കെ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ മോനും ടീച്ചറുമായിട്ട് ഒരു ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് മോന് വരുമോ എന്ന് ചോദിച്ച സമയത്ത് അപ്പോൾ ഞാൻ വരില്ല എന്നൊക്കെ ആദ്യം പറഞ്ഞു. പിന്നെ എനിക്ക് അന്ന് എന്തോ ഒരു പണി ഇല്ലായിരുന്നു, വീട്ടിൽ പണിയൊക്കെ കുറഞ്ഞ സമയമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാട്ടോ ഞാൻ പോയത്. അപ്പോൾ രാവിലെ അവൻ്റെ ലാസ്റ്റ് എന്താ പറയുക തിങ്കളാഴ്ച ആയിരുന്നു. അപ്പോൾ ലാസ്റ്റ് പരീക്ഷ അതേപോലെ തന്നെ സ്കൂളത്തെ ലാസ്റ്റ് ഡേ ആയിരുന്നു. അപ്പോൾ അവൻ്റെ കൂടെ ബസ്സിൽ തന്നെ ഞാൻ പോയി. അപ്പോൾ അവിടുന്ന് കുറേ കുട്ടികളെ വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ.
അതൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ തിരിച്ചു വരികയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ.